നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന ടോപ്പിക്കില് ഏറ്റവും പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. ഇപ്പോൾ SCRT സമഗ്ര ക്വസ്റ്റ്യൻ പൂളിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ നാളെയുടെ ജനിതകം. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്നും ഷുവർ ആയിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, കോളം എക്ക് അനുയോജ്യമായി BC എന്നീ കോളങ്ങൾ ക്രമീകരിച്ച് എഴുതുക. അപ്പോൾ കോളം എയിൽ തന്നിരിക്കുന്നത് ജനിതക പശ, ജനിതക കത്രിക, വാഹകർ. കോളം ബിയിൽ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, കോളം സിയിൽ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇത് മാച്ച് ചെയ്ത് എഴുതാനാണ്. എങ്ങനെയാണെന്ന് നോക്കാം. ജനിതക പശ, ജനിതക പശ, ജനറ്റിക് ഗ്ലൂ എന്താണ്? ജീനുകളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ജീനുകളെ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ജനിതക പശ. അതൊരു ഉദാഹരണമാണ് ഏത്? ലിഗേസ്. ലിഗേസ് എന്ന് പറയുന്നത് ഒരു ജനിതക പശയാണ്. അടുത്തത് ജനിതക കത്രിക. മോളിക്കുലാർ സിസർ എന്നോ ജനറ്റിക് സിസർ എന്നോ ഒക്കെ പറയാവുന്ന ജനിതക കത്രികയ്ക്ക് ഉദാഹരണം എന്താണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഒരു ജനിതക കത്രികയാണ്. കത്രിക എന്തിനു വേണ്ടിയിട്ടാണ്? ജീനുകളെ മുറിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. വാഹകർ, വാഹകർ ഏജൻസ് അന്യജീനുകൾ വഹിക്കുന്നു. അന്യജീനുകൾ വഹിക്കുന്നതാണ് വാഹകർ. ഉദാഹരണം പ്ലാസ്മിഡ്, പ്ലാസ്മിഡ്. ഓക്കെ, ഈ ഒരു ടേബിൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ജനിതക പശയ്ക്ക് ഉദാഹരണം ലിഗേസ്, ജനിതക കത്രികയ്ക്ക് ഉദാഹരണം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്, വാഹകർക്ക് ഉദാഹരണം പ്ലാസ്മിഡ്. ഓക്കെ, ഇതിന്റെ പർപ്പസും എന്താണെന്ന് നോക്കി വെക്കാം. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന PSC പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഉടനടി സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് ബാച്ച് കോഴ്സുകളെ പറ്റി പറയാം. LDC മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അതായത് 10th ലെവൽ മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു 70 ഡേയ്സ് ബാച്ച് കോഴ്സ് സെപ്റ്റംബർ 8 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അൺഅക്കാഡമിയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും അൺഅക്കാഡമിയിൽ ഓൾറെഡി ഉള്ള കോഴ്സുകളും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങളുടെ ഈ സമയത്ത് വാങ്ങുന്ന എല്ലാ കോഴ്സുകളും കൂടി ഒരുമിച്ച് ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സുകളെല്ലാം വാങ്ങാവുന്നതാണ്. കൂടാതെ 12th ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് സെപ്റ്റംബർ 9 ഒരു 100 ഡേയ്സ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പുതിയ സിലബസിനെ പറ്റി വളരെ ധാരണയില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. ഈ കോഴ്സും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. കൂടാതെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പേപ്പർ 1 വേണ്ടിയിട്ട് സെപ്റ്റംബർ 2 ഒരു 100 ഡേയ്സ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. LGS മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് ഒരു 80 ഡേയ്സ് ബാച്ച് കോഴ്സും സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കൂടാതെ അൺഅക്കാഡമിയിൽ ഫ്രീ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. 26 സെപ്റ്റംബറിനും 19 സെപ്റ്റംബറിനും LDC മെയിൻസിന് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ്. കൂടാതെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് സെപ്റ്റംബർ 12 ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ട്, 2 മണിക്കാണ്. കൂടാതെ ഫ്രൈഡേസിൽ, സെപ്റ്റംബർ മാസത്തിൽ ഫ്രൈഡേസിൽ കറണ്ട് അഫയേഴ്സ് ടെസ്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. 10 മണിക്കാണ്. എല്ലാം കയറി ആക്സസ് ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ പറയുന്നവയുടെ പരസ്പര ബന്ധം കണ്ടെത്തി ജീൻ ചികിത്സയിൽ അവയുടെ പ്രാധാന്യം വിശദമാക്കുക. ജീൻ മാപ്പിംഗ്, ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്, ഹ്യൂമൻ ജീനോം പദ്ധതി, ഈ രണ്ടിന്റെയും പരസ്പര ബന്ധം കണ്ടെത്തിയിട്ട് ജീൻ തെറാപ്പിയിൽ, ജീൻ ചികിത്സയിൽ ഇവയുടെ പ്രാധാന്യം വിശദമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ജീൻ മാപ്പിംഗ് എന്തിനു യൂസ് ചെയ്യുന്നു? ജീൻ മാപ്പിംഗ് വഴി ജീനുകളെയും അവയുടെ സ്ഥാനവും കണ്ടെത്താൻ സഹായിച്ച പദ്ധതിയാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. അപ്പൊ ജീൻ മാപ്പിംഗ് വഴി ജീനുകളെയും അവയുടെ സ്ഥാനവും കണ്ടെത്താൻ വേണ്ടി സഹായിച്ച പദ്ധതിയാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്, HGP. ജീനിന്റെ സ്ഥാനം DNA എവിടെയാണെന്ന് കൃത്യമായി കണ്ടെത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്? ജീൻ മാപ്പിംഗ്. മാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് സ്ഥാനം നിർണ്ണയിക്കുക. അപ്പൊ ജീനിന്റെ സ്ഥാനം DNA എവിടെയാണ് എന്ന് കൃത്യമായി കണ്ടെത്തുന്നത്. ഇപ്പൊ ഒരു തകരാറ് വന്ന ജീനാണെങ്കിൽ ആ ജീനിന്റെ സ്ഥാനം DNA ഏത് ഭാഗത്തായിട്ടാണ് എന്ന് കണ്ടെത്തുന്നതിനെ കറക്റ്റായിട്ട് കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്നതാണ് ജീൻ മാപ്പിംഗ്. രോഗങ്ങൾക്ക് കാരണക്കാരായ ജീനുകളെ നീക്കി പകരം പ്രവർത്തനക്ഷമമായ ജീനുകളെ ഉൾപ്പെടുത്തിയുള്ള ചികിത്സയാണ് ജീൻ തെറാപ്പി അഥവാ ജീൻ ചികിത്സ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്
ജനിതക എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് ജനിതക കത്രിക, ജനിതക പശ ഇവയുടെ പ്രാധാന്യം എന്ത്? നമ്മൾ ആ ടേബിളിൽ പറഞ്ഞ കാര്യമാണ്. ഒന്നുകൂടി നോക്കാം. ജനിതക കത്രിക എന്തിനാണ്? ജീനുകളെ മുറിച്ചു മാറ്റാനാണ്. ഉദാഹരണം ഏതാ? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. ജനിതക പശ എന്തിനാണ്? ജീനുകളെ വിളക്കി ചേർക്കാൻ അല്ലെങ്കിൽ ഒട്ടിച്ചു ചേർക്കാൻ. ഉദാഹരണം ഏതാണ്? ലിഗേസ്. ഓക്കെ. നാലാമത്തെ ചോദ്യം, ജനിതക എഞ്ചിനീയറിംഗിന്റെ അടിസ്ഥാനം എന്താണ്? ജനിതക എഞ്ചിനീയറിംഗിന്റെ അടിസ്ഥാനം ജീനുകളെ മുറിക്കാനും കൂട്ടിച്ചേർക്കാനും കഴിയുമെന്ന കണ്ടുപിടുത്തമാണ് ഇതിന്റെ അടിസ്ഥാനം. ജീനുകളെ തമ്മിൽ മുറിക്കാനും അത് കൂട്ടിച്ചേർക്കാനും കഴിയുമെന്ന കണ്ടുപിടുത്തമാണ് ജനിതക എഞ്ചിനീയറിംഗിന്റെ അടിസ്ഥാനം. അടുത്ത ചോദ്യം, ജനിതക സാങ്കേതിക വിദ്യയിലൂടെ ഇൻസുലിൻ ഉൽപാദക ബാക്ടീരിയയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയിൽ ചുവടെ നൽകിയ ഓരോ പ്രക്രിയയുടെയും പ്രാധാന്യം എന്തെന്ന് എഴുതുക. അപ്പോൾ ജനറ്റിക് എഞ്ചിനീയറിംഗ്, ജനിതക സാങ്കേതിക വിദ്യയിലൂടെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ ഓരോ പ്രക്രിയയുടെയും പ്രാധാന്യം നോക്കാം. ആദ്യത്തേത്, പ്ലാസ്മിഡ് DNA വേർതിരിച്ചെടുക്കുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ഈ ജീൻ, അതായത് ഈ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബാക്ടീരിയയെ ജനിതക വിദ്യയിലൂടെ ഇൻസുലിൻ ഉൽപാദക ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ എങ്ങനെയാണ് നടക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്ലാസ്മിഡ് DNA വേർതിരിച്ചെടുക്കുന്നു. പ്ലാസ്മിഡ് എന്ന് പറഞ്ഞാൽ വാഹകരാണെന്ന് പഠിച്ചു. അതെങ്ങനെയാണ്? ബാക്ടീരിയയുടെ പ്ലാസ്മിഡ് DNAയോടാണ് മനുഷ്യനിൽ നിന്നെടുക്കുന്ന ഇൻസുലിൻ ജീനെ ഉൾച്ചേർത്ത് ബാക്ടീരിയയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ബാക്ടീരിയയുടെ പ്ലാസ്മിഡ് DNAയോടാണ് മനുഷ്യനിൽ നിന്നെടുക്കുന്ന ഇൻസുലിൻ ജീനെ എന്ത് ചെയ്യുന്നത്? കൂട്ടിച്ചേർക്കുന്നത്. എന്നിട്ട് അത് എങ്ങോട്ട് പ്രവേശിപ്പിക്കും? ഈ ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് തന്നെ പ്രവേശിപ്പിക്കും. അടുത്തത്, DNA ബാക്ടീരിയയുടെ കോശത്തിൽ നിക്ഷേപിക്കുന്നു. മനുഷ്യനിൽ നിന്നും വേർതിരിച്ചെടുത്ത ജീനിനെ ബാക്ടീരിയയുടെ കോശത്തിൽ നിക്ഷേപിക്കുകയും പെരുകാൻ അനുകൂലമായ സാഹചര്യം നൽകി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ബാക്ടീരിയയിൽ കയറ്റിവിട്ട ശേഷം അതിനെ എന്ത് ചെയ്യാൻ? പെരുകാൻ വേണ്ടി, മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യ DNAയിൽ നിന്ന് അഭിലഷണീയ ജീനിനെ മുറിച്ചെടുക്കുന്നു. മനുഷ്യ DNAയിൽ നിന്ന് അഭിലഷണീയ ജീനിനെ മുറിച്ചെടുത്താണ് ബാക്ടീരിയയിലെ പ്ലാസ്മിഡിനോട് കൂട്ടിച്ചേർത്ത് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത്രയേ ഉള്ളൂ കാര്യം. മനുഷ്യന്റെ DNAയിൽ നിന്നും ഇൻസുലിന്റെ ആ ഒരു DNA അല്ലെങ്കിൽ അഭിലഷണീയമായ DNA എടുത്ത ശേഷം ബാക്ടീരിയയുടെ പ്ലാസ്മിഡുമായിട്ട് കൂട്ടിച്ചേർത്ത് അത് ബാക്ടീരിയയുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്നു. എന്നിട്ട് ആ ജീനിനെ പെരുകാൻ വേണ്ടിയിട്ട് ഈ ജീനെ ബാക്ടീരിയയുടെ കോശത്തിൽ നിക്ഷേപിക്കുകയും അതിനെ പെരുകാൻ വേണ്ടി അനുവദിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. മനുഷ്യനിലെ ഇൻസുലിൻ ജീൻ, ബാക്ടീരിയ, ഇൻസുലിൻ. ചിത്രീകരണം ഏത് ജൈവ സാങ്കേതിക വിദ്യയെയാണ് സൂചിപ്പിക്കുന്നത്? ഇപ്പൊ പറഞ്ഞ കാര്യമാണ്. മനുഷ്യനിലെ ഇൻസുലിൻ ജീൻ, ബാക്ടീരിയ, ഇൻസുലിൻ. ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇത്തരത്തിൽ ഇൻസുലിൻ നിർമ്മിക്കപ്പെടുമ്പോൾ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ട് എന്താണ്? ഇത് മറികടക്കാൻ ജൈവ സാങ്കേതിക വിദ്യ മുന്നോട്ട് വെക്കുന്ന പരിഹാരം എന്ത്? ഇത് ജനിതക എഞ്ചിനീയറിംഗ് ആണ്. ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ ഇൻസുലിൻ നിർമ്മിക്കപ്പെടുമ്പോൾ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ട് എന്താണ്? ബാക്ടീരിയയെ വളർത്താനും പരിചരിക്കാനുമുള്ള ഒരു ബുദ്ധിമുട്ടാണ് നേരിടേണ്ടി വരുന്നത്. ഇത് മറികടക്കാൻ വേണ്ടി ജൈവ സാങ്കേതിക വിദ്യ മുന്നോട്ട് വെക്കുന്ന പരിഹാരം എന്താണ്? ബാക്ടീരിയയ്ക്ക് പകരം പരിചരിക്കാൻ എളുപ്പമുള്ള മൃഗങ്ങളെ ഉപയോഗപ്പെടുത്തുക. ഓക്കെ, മൃഗങ്ങളെ ആകുമ്പോൾ പരിപാലിക്കാൻ എളുപ്പമാണ്. ബാക്ടീരിയയെ വളർത്താനും പരിചരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മറികടന്ന് മൃഗങ്ങളെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഒരു ബുദ്ധിമുട്ട് മറികടക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ സാങ്കേതിക വിദ്യ ഏതാണ്? ജനിതക എഞ്ചിനീയറിംഗ്, ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ്. അടുത്ത ചോദ്യം, ജനിതക എഞ്ചിനീയറിംഗ് വഴി പുതിയ ജീനുകൾ ലക്ഷ്യകോശത്തിന്റെ ഭാഗമാകുന്നത് എങ്ങനെയാണ്? ഇപ്പൊ പറഞ്ഞത് തന്നെയാണ്. ഒരു കോശത്തിലെ ജീനിനെ മറ്റൊരു കോശത്തിൽ എത്തിക്കാൻ ബാക്ടീരിയകളിലെ DNA അല്ലെങ്കിൽ പ്ലാസ്മിഡ് പോലുള്ള വാഹകരെയാണ് ഉപയോഗിക്കുന്നത്. കൂട്ടിച്ചേർത്ത ജീനുകളെ DNA ലക്ഷ്യകോശത്തിൽ പ്രവേശിപ്പിക്കുന്നു. മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി, അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ബാക്ടീരിയയിലെ DNA അല്ലെങ്കിൽ പ്ലാസ്മിഡ് ആണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെ വിളക്കി ചേർത്ത ജീനുകളെ DNA ലക്ഷ്യകോശത്തിൽ പ്രവേശിപ്പിക്കുന്നു. അടുത്തത്, ജനിതക സാങ്കേതിക വിദ്യ മനുഷ്യരാശിക്ക് ഭീഷണിയായി ദുരുപയോഗം ചെയ്യപ്പെടുന്നതിന് ഉദാഹരണം. തദ്ദേശീയ ഇനങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്നു. അതായത് പ്രകൃതിയാൽ തന്നെ വളർന്നു വരുന്ന ഇപ്പം സസ്യങ്ങൾക്ക്, ഫോർ എക്സാമ്പിൾ BT കോട്ടൺ, BT വഴുതനയൊക്കെ ഇപ്പം നിരോധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാസിലസ് ദ്വഞ്ചിയൻസിസ്. അപ്പൊ അത് കഴിക്കുമ്പോൾ എന്തൊക്കെയോ പ്രശ്നം വരുന്നു എന്ന് പറഞ്ഞിട്ട് അത് നിരോധിച്ചായിരുന്നു. അപ്പൊ അങ്ങനെ തദ്ദേശീയ ഇനങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്നു. അതുപോലെ ജൈവായുധം ബയോ വെപ്പണായിട്ട് ഇത് യൂസ് ചെയ്യുന്നു. അതുപോലെ ജീവികളുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം അനുയോജ്യമായവ, ഇതൊക്കെ എന്താണ്? ജനിതക സാങ്കേതിക വിദ്യ മനുഷ്യരാശിക്ക് ഭീഷണിയായിട്ട് വരുന്നതാണ്. ഓക്കെ.
അടുത്തത്, ഇനി വരുന്ന കാലഘട്ടത്തിൽ ചികിത്സാ രംഗത്ത് ജനിതക എഞ്ചിനീയറിംഗ് വൻ മുന്നേറ്റം ഉണ്ടാക്കും. ചികിത്സാ രംഗത്ത് വൻ മുന്നേറ്റം ഉണ്ടാക്കും. എങ്ങനെയൊക്കെയാണ്? രോഗനിർണയം, അതുപോലെ ജീൻ തെറാപ്പി, ജീൻ ചികിത്സ, മരുന്ന് തരുന്ന മൃഗങ്ങളും സസ്യങ്ങളും, രോഗപ്രതിരോധ ശേഷിയും അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ജനറ്റിക് എഞ്ചിനീയറിംഗ് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യം, DNA ഫിംഗർ പ്രിന്റിംഗിന്റെ ഉപജ്ഞാതാവ് ആര്? ഈ ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. DNA ഫിംഗർ പ്രിന്റിംഗിന്റെ ഉപജ്ഞാതാവ് അലക് ജെഫ്രി ആണ്. അലക് ജെഫ്രി. ഈ സാങ്കേതിക വിദ്യ കുറ്റാന്വേഷണ രംഗത്ത് എങ്ങനെയാണ് സഹായകരമാകുന്നത്? കുറ്റകൃത്യങ്ങൾ നടന്ന സ്ഥലത്ത് നിന്ന് ലഭിക്കുന്ന ത്വക്കിന്റെ ഭാഗം, അതുപോലെ മുടി, നഖം, രക്തം, മറ്റ് ശരീരദ്രവങ്ങൾ എന്നിവയിലെ DNA സംശയിക്കപ്പെടുന്നവരുടെ DNAയുമായി താരതമ്യം ചെയ്ത് യഥാർത്ഥ കുറ്റവാളിയാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി കഴിയുന്നു. അപ്പൊ DNA ഫിംഗർ പ്രിന്റിംഗിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. അലക് ജെഫ്രി ആണ്. അലക് ജെഫ്രി. അടുത്തത്, പദജോടി ബന്ധം മനസ്സിലാക്കി വിട്ടുപോയ പദം പൂരിപ്പിക്കുക. ജനിതക കത്രിക, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഉദാഹരണം, ജനിതക പശയ്ക്ക് ഉദാഹരണം ഏതാണ്? ലിഗേസ് ആണ്. ലിഗേസ്. അടുത്തത്, ഇൻസുലിൻ ഉൽപാദന ശേഷിയുള്ള ബാക്ടീരിയകളെ ജനിതക സാങ്കേതിക വിദ്യ വഴി സൃഷ്ടിക്കുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. ശരിയായ രീതിയിൽ ക്രമീകരിച്ചെഴുതാം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ സാധനം ഒന്ന് ക്രമീകരിച്ചെഴുതാനാണ്. കറക്റ്റായിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇൻസുലിൻ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന മനുഷ്യ ജീനിനെ മുറിച്ചെടുക്കുന്നു. അതാണ് ആദ്യം ചെയ്യുന്ന പ്രോസസ്സ്. അത് കഴിഞ്ഞിട്ട് ബാക്ടീരിയയുടെ DNA വേർതിരിച്ചെടുക്കുന്നു. രണ്ടാമത്തെ പ്രോസസ്സ്. ഇൻസുലിൻ ഉൽപാദക ജീനിനെ ഈ DNA കൂട്ടിച്ചേർക്കുന്നു. ബാക്ടീരിയയുടെ DNA കൂട്ടിച്ചേർക്കുന്നു. DNA ബാക്ടീരിയയുടെ കോശത്തിൽ എന്ത് ചെയ്യുന്നു? നിക്ഷേപിക്കുന്നു. ബാക്ടീരിയയ്ക്ക് പെരുകാൻ അനുകൂലമായ സാഹചര്യങ്ങൾ നൽകുന്നു. ബാക്ടീരിയ പ്രവർത്തനക്ഷമമല്ലാത്ത ഇൻസുലിൻ നിർമ്മിക്കുന്നു. ബാക്ടീരിയ പ്രവർത്തനക്ഷമമല്ലാത്ത ഇൻസുലിൻ നിർമ്മിക്കുന്നു. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യം മനുഷ്യനിൽ നിന്നും ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ജീനിനെ മുറിച്ചെടുക്കുന്നു. ബാക്ടീരിയയുടെ DNA വേർതിരിച്ചെടുക്കുന്നു. ഇൻസുലിൻ ഉൽപാദക ജീനിനെ DNA കൂട്ടിച്ചേർക്കുന്നു. ഈ DNA ബാക്ടീരിയയുടെ കോശത്തിൽ നിക്ഷേപിക്കുന്നു. ബാക്ടീരിയയ്ക്ക് പെരുകാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു. ബാക്ടീരിയ പ്രവർത്തനക്ഷമമല്ലാത്ത ഇൻസുലിൻ നിർമ്മിക്കുന്നു. അടുത്തത്, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾക്ക് ഓരോന്നിനും ഉചിതമായ ഒറ്റപ്പദം എഴുതുക. പ്രവർത്തനക്ഷമമല്ലാത്ത ജീനുകളെ പറയുന്ന പേരാണ് ജങ്ക് ജീൻസ്. ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ജങ്ക് ജീനുകൾ എന്നാണ് പ്രവർത്തനക്ഷമമല്ലാത്ത ജീനുകളെ പറയുന്ന പേര്. ഒരു ജീവിയിലെ മൊത്തം ജനിതക വസ്തുവാണ് ജീനോം. ഓക്കെ, ഒരു ജീവിയിലെ മൊത്തം ജനിതക വസ്തുവിന് പറയുന്ന പേര്, വസ്തുക്കൾക്ക് പറയുന്ന പേരാണ് ജീനോം. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. വളരെയധികം സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. കുറച്ചൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. കുറച്ച് ചോദ്യങ്ങളെ പഠിക്കാനും ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണാം.